ഈ ജാതകൻ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? സത്യം പറയണം. ഇവനാണ്. ആണെങ്കിൽ ഈശ്വരകൃപ ഒന്നുകൊണ്ട് മാത്രം. ശിവന്റെ നാമം, തിരുവാതിര നക്ഷത്രം, പിതൃസ്ഥാനത്ത് ശൂന്യത കാണുന്നു. മറിക്കുകയോ കാണാതാവുകയോ നാടുവിടുകയോ ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ വാഴാത്ത വീടാണ്. അമ്മയുടെ നാമം ഭായിലോ കായിലോ ഷായിലോ തുടങ്ങാം. ശാരദ, കല്യാണി, ഭാർഗവി, ഇതിലേതെങ്കിലും? ഭാർഗവി. അതിശക്തിമാനായ ഒരു ശത്രു ജന്മം കൊണ്ടിരിക്കുന്നു. ജാതകന് ഇയാൾ മരണകാരകനാണ്. പക്ഷേ ആശയ്ക്ക് വകയുണ്ട്. ശിവപ്രീതി ഇല്ലാതെ ഒരു ദുഷ്ടശക്തിയെ വെല്ലുക പ്രയാസം. വടക്ക് മുരുദ്ദേശ്വര ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴണം. പക്ഷേ ഇതും ഒരു പരിഹാരമായിട്ടല്ല കാണുന്നത്. ഇയാൾക്ക് ദുരന്തകാലമാണ്. ശനിയിൽ ശിവനും വേട്ടയാടപ്പെടും. മുരുക. വേണ്ട, ഒന്നും വേണ്ട. ധൈര്യം കളയണ്ട. പോയി വരൂ. വാ. നിർത്ത്. ശിവൻകുട്ടി ഇത് എവിടായിരുന്നു? എത്ര നേരമായി ഞാൻ കാത്തേക്കണത്. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. എന്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തീപ്പെട്ടി ഉണ്ടോ? ഇത് ചോദിക്കാൻ എവിടം വരെ കൊണ്ടുവന്നേ? ഒരു സിഗരറ്റ് നോക്കട്ടെ. അത് ശരി, സ്വന്തമായിട്ട് വായ മാത്രമേ ഉള്ളൂ അല്ലേ? ഭാസ്കരൻ നിന്നെ ഒരു ചുക്കും ചെയ്യൂല. ഒരു വഴിയുണ്ട്, പക്ഷെ തുട്ടറങ്ങും. അവൻ കാളഭാസ്കരനല്ല, കാട്ടുപോത്ത. നിന്നെ കൂടി കൊന്നേച്ച് പോയെന്ന് വെച്ച് അവനിനി കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനില്ല. നിന്നെപ്പോലൊരു മണ്ടൻ ഇനി ഇവിടെ ഇല്ലാത്തോണ്ട് ആരും പോയി മൊഴി കൊടുക്കാനും പോണില്ല. സിനിമ കഥ പറയാതെ കാര്യം പറ. അവനേക്കാൾ വലിയ കൊമ്പും അവനേക്കാൾ വമ്പും ഉള്ളൊരു കാള നമ്മുടെ ഒപ്പം ഉണ്ടാവണം. എന്താ വേണ്ടേ? എന്നാ കേട്ടോ, അങ്ങനെ ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നെഞ്ചുറപ്പിന്റെ കാര്യത്തിൽ ഭാസ്കരന്റെ അപ്പനായിട്ട് വരും. ആര്? കേട്ട് കാണും, സൈപ്പർ ആൻഡോ. ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോ, ഈ പറഞ്ഞ ഭാസ്കരന്റെ 2 എർത്തുകളെ വെട്ടി മുതലേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ പുള്ളി. ഭാസ്കരന് ഈ കരയിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അതാൻഡോയാ. ഒളിവില. താവളം മാരിക്കറിയാം. മാരിക്ക് മാത്രം. ആലോചിച്ചിട്ട് പറ. മൊത്തം ചിലവ് ഒരു 5000 രൂപ വരും. പോക്കറ്റ് കീറും, പക്ഷെ തല കഴിച്ച് തന്നെ കാണും. രണ്ട് പാവം വരും. അച്ഛൻ ചെറുപ്പത്തിലെ കഴുത്തിലിട്ട് തന്നതാ. ആകെയുള്ളത് ഇതാ. വിറ്റ് വേണ്ടതെടുത്തിട്ട് ബാക്കിതാ. എന്നത്തേക്ക് പോവാം? ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് വന്നാലുടൻ. നീ ഞാൻ വന്നിട്ട് അങ്ങനെ അടുത്തെന്ന് പറ, ഞാൻ അപ്പുറത്തേക്കാം. ആ എന്താടാ ഒരു ഡെസ്പ്? അല്ല, ഈ ഉത്സവം ഒക്കെ അടിച്ചു പൊളിക്കണ്ടേ? അണ്ണാ, എനിക്ക് വിസ കിട്ടി. സൗദി മറ്റന്നാ പോണെന്നാ പറയണ. വേണ്ടാന്ന് അണ്ണ ഒരു വാക്ക് പറഞ്ഞാ ഞാൻ പോവില്ല. എന്നിട്ട് വേണം നിന്റെ അച്ഛനമ്മ എന്നെ പ്രാകാൻ. ആ പൂതി മനസ്സിലിരിക്കട്ടെ. നീ ഇവിടെ നിന്നുകൊണ്ട് മാത്രം ഒരു പ്രയോജനമില്ല. ചിലപ്പോ അതെനിക്കൊരു സങ്കടാവും. നീയൊക്കെ നന്നായിട്ട് വേണ്ടടാ ശിവണ്ണന് ഇവിടെ ഒന്ന് വിലസാൻ. നിങ്ങൾക്കൊന്നും പറ്റൂലെന്ന് എൻ്റെ മനസ്സ് പറയണം. വിസ വരാൻ കണ്ട ഒരു സമയം. നിനക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടല്ലേ? നീ പൊക്കോ, ഞാൻ വരാം. അണ്ണാ, എന്തത്? ഇത് തങ്കിയെ കിട്ടുന്നവന് ഞാൻ കൊടുക്കുന്ന ശ്രീധനമാണെന്ന് കൂട്ടിക്കോ. നിനക്കിത് എന്തിന്റെ കടാ? നീ പോടെ. ഇരിക്കട്ടെന്നേ, ഏതായാലും പുതിയ ഒരെണ്ണം കിട്ടണവരെ ഇതാ നിങ്ങളുടെ വണ്ടി. എടാ,
എവിടെ നോക്കിയാ പട്ടി വണ്ടി ഓടിക്കണേ? ഇറങ്ങി വേണം വെളിയിൽ. ഇങ്ങോട്ടോ ഇറങ്ങി പോ. പട്ടികളെ റോഡ് സൈഡിലാണോ സൈക്കിൾ പാർക്ക് ചെയ്യുന്നത്? ഞാൻ ആരെന്ന് അറിയൂടാ നിനക്കൊക്കെ? അഖിലേഷ് നായർ, എഞ്ചിനീയർ ഇൻ എന്തായി കാണിക്കുന്നേ? ഏയ് അയാളെ വിട്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. നീ ആരാടാ? ധർമ്മരാജാവോ? ഭാസ്കരനെതിരെ സാക്ഷി പറഞ്ഞു ഇടപെടും? എന്താടാ നോക്കി പേടിപ്പിക്കണേ? ഇവനെയും പിടിച്ച് അകത്തിടണ്ട. നിനക്കറിയാവരെ? അറിയാം സാർ. തനിയെ വിടണ്ട, വീട്ടിൽ കൊണ്ടാക്ക. ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? രാവിലെ ബോധം വരുമ്പോ സ്റ്റേഷനിൽ വരാൻ പറ. നിന്നെ അന്നേ ഞങ്ങൾ കൊന്നു നിന്നേനെ. പക്ഷെ ഭാസ്കരണ്ണം പറഞ്ഞിട്ടുണ്ട് നിന്നെ അങ്ങേർക്ക് വേണോന്ന്. ഭാസ്കരൻ എന്താടാ ഒലത്തോ? എന്തിനാ അവനിങ്ങനെ ഓടിക്കണേ? ആ നായിന്റെ മോനെ എനിക്ക് സർബത്ത് ഉണ്ടാക്കി തന്ന മെഷീൻ ഞാൻ കണ്ടുപിടിച്ചു. എടാ നായിന്റെ മോനെ കള്ള വെടുവാ വടുവർക്കൽ. സൈപ്രാൻഡോയെ കാണണ്ടേ? ഇനി നീ കാണാൻ പോകുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തോന്ന്? ഇതാ അങ്ങോട്ട് നോക്ക്. അവിടെ എന്ത്? മാരി, ഇത് വാ പോവാ. ഹലോ. ആ അബ്ദുള്ള, സുഖം തന്നെ? സുഖല്ലേ? ഓ സുഖം തന്നെ. സുരേഷ്. സുരേഷ സ്റ്റീഫൻ. ഹലോ ജോണി. ഹായ്. നീ പുറത്തു പോ.
ഇരിക്കേ. ഭാസ്കരൻ, തെളിപ്പറമ്പിൽ ഭാസ്കരൻ, ശവന്തീനി. തെളിവുള്ള കൊലപാതകം 1, ഇല്ലാത്തത് 3. കൊല്ലുന്നതിന് മുമ്പ് കടിച്ചു കൊടയും അല്ലേ? ഈ 15-ന് അവനെത്തും. പൊങ്കാലയല്ലേ അന്ന്? അതെ. തെളിപ്പറമ്പിൽ ഭാസ്കരന് നേരെ നിന്ന് തെളിവ് കൊടുത്തവനാ നീ. നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് മോശമാണ്, അറിയാം. പക്ഷേ ഞങ്ങളുടെ നിയമം അതാ. ചോര വീഴണമെങ്കിലും വീഴാതിരിക്കണമെങ്കിലും അതിന് അതിൻ്റെതായ ചെലവുണ്ട്. അതുകൊണ്ട് രൂപ 5000 ഉണ്ടെങ്കിൽ അത് ഈ പെട്ടി വെച്ചിട്ട് പോ. നിന്നെ അവൻ തൊടാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അണ്ണാ അറിഞ്ഞില്ലേ? തങ്കിയെ പെണ്ണ് കാണാൻ വന്നിരിക്കണു. ഏതോ സർക്കാർ ഓഫീസിലെ ക്ലർക്കാ. മാലതി, തങ്കി എവിടെ? ശിവൻ ചേട്ടൻ എന്താ ഇവിടെ? അല്ല, മാമൻ അച്ഛനകത്തുണ്ട്. വിളിക്കണോ? വേണ്ട, ഞാൻ ഇതുവഴി പോയതാ. അപ്പൊ വാഴ ചരിഞ്ഞു നിൽക്കണു. വാഴ ചെരിഞ്ഞോ? ആന ചെരിഞ്ഞോന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരറിയിപ്പുണ്ട്. എന്നെ പെണ്ണാണെന്ന് അകത്തൊരാള് വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനാ. ഫോട്ടോ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് എന്നെ ഇഷ്ടായി. കൂടുതൽ ഇഷ്ടായത് ഈ മത്തങ്ങ പോലത്തെ മോന്തയും 2 ഉണ്ടക്കണ്ണുവാ. കൊടിമരം പോലത്തെ പെണ്ണായതുകൊണ്ട് ഭയങ്കര ഇഷ്ടായി. എന്നാ പിന്നെ ഞാനങ്ങട് എടാ സൂത്തി വൃത്തിയോട്ടവനെ, നിന്നെ സൗദിയിൽ നിന്ന് ചവിട്ടൂടാ. മോളെ, ചായയും പലഹാരം റെഡിയായി കൊണ്ടുപോവാ. നിനക്കൊരു വിഷമമില്ലേടി? പാവം ഭാർഗവിയക്കൻ ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ല അമ്മേ. വാ, അങ്ങോട്ട് വെച്ചത് കഴിക്ക്. ഇതാണ് മോള്. എന്താ പേര്? എന്റെ പേര് തങ്കി. സ്കൂളിലെ പേര് പാർവതി. എനിക്കൊരാളെ ഇഷ്ടാ, ഭയങ്കര ഇഷ്ടം. പേര് ബി ശിവൻകുട്ടി. എന്റെ മാമിയുടെ മോനാ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഏൽപ്പിച്ചതെല്ലാം ചെയ്യും. ഒരു കൊലപാതകയ്ക്കെതിരെ 2 വർഷം മുമ്പ് കോടതിയിൽ തെളിവ് കൊടുത്തു. അയാള് തിരിച്ചു വന്നാ കൊല്ലൂന്നാ പറയണേ. ഈ പൊങ്കാലയുടെ അന്ന് അയാള് തിരിച്ചു വരും. എങ്കിലും എനിക്ക് ശിവൻ ചേട്ടനെ ഇഷ്ടാ. കെട്ടുന്നെങ്കി അയാളെ കെട്ടു. വാ. അണ്ണാ, ഒരു കവറുണ്ട്. ആ പുതിയ പോസ്റ്റ്മാൻ ചായക്കട കൊണ്ടു തന്നതാ. ബെസ്റ്റ്. എന്താ? മദ്രാസ് നളിയൻ ഇളയരാജയുടെ 36 സെക്കൻഡ് ശ്വാസം വിടാതെ പാടിയ പാട്ടിന്റെ CD അത്. ഇവിടെ ഒരാൾ ശ്വാസം കിട്ടാതെ കിടക്കുമ്പോൾ അയാളുടെ മദ്രാസിൽ പോയിട്ട് അവിടെ കാശ് വല്ലതും ഉണ്ടോ മോനെ? ഓ, ശ്വാസം വിടാതെ പാടിയിട്ട് തല ഇറങ്ങി വേണം ആശുപത്രിയിലാന്ന്. അതിന്റെ ബില്ലടയ്ക്കാൻ കാശ് അയച്ചു കൊടുക്കാൻ എന്റെ പട്ടി കൊടുക്കും. വാടാ, അവിടെ ഇറങ്ങി നടന്നാ മതി. അയാളുടെ മോനല്ലേ ശിവമാമറ്റ. നിങ്ങളുടെ കപിൽദേവ് SI റൗഡികളെ മുഴുവൻ തുടച്ചു നീക്കിട്ടേ പോവുള്ളൂ അല്ലേ? അടുത്ത് പോയി പറ, റൗഡികൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പണിയുള്ളൂ, എനിക്കൊരു രസമുള്ളൂ. ആഴ്ച 2 അടിയെങ്കിലും ഇവിടെ കാണാമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞ മനസ്സിലാവൂല. സുരേഷ് ഇവിടെ പടക്കട ചളമായ കേസ് 15-ാം തീയതി അല്ലേ ഭാസ്കരൻ വരുന്നത്?
അവനിപ്പോഴും പഴയ പിടിപാടുണ്ടെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ എസ് ഐ തീർപ്പിക്കും. ആ പക്ഷെ അങ്ങേര് ഇവിടെ ഉണ്ടെങ്കിൽ അവന്റെ ഒരു കൂത്തും നടക്കൂല. അതുപോട്ടെ നമ്മുടെ ചെറുക്കനവിടെ ശിവൻകുട്ടി അടികൊണ്ട് നിവരാൻ പോണവൻ. വേണ്ട വേണ്ട, ഇതൊന്നും വെച്ച് നമ്മൾ കളിക്കണ്ട. അണ്ണാ ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രക്തരക്ഷത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവനേതാ? ഇതിനുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവൻ ഇവിടെയുള്ള ആളല്ല, അങ്ങ് ഗുജറാത്തിലായിരുന്നു. അവിടെ ഈ പോലീസും തീവ്രവാദം തമ്മിൽ വെടിവെപ്പ് നടക്കുമ്പോഴേ റോഡ് നിറച്ച് ശവമായിരിക്കുമെന്ന് ഇവൻ പറയണത്. അങ്ങനെ ഒരു തീവ്രവാദ ശവത്തിന്റെ പോക്കറ്റിൽ നിന്നിട്ട് നോക്കാണത്. എങ്ങനെയുണ്ട്? ഒരു തീവ്ര ശവത്തിന്റെ നാട്ടുമില്ലേ? ഇല്ലല്ലേ? ഇതിലുണ്ടേണ്ട ഇല്ലാതെങ്ങനെ? ഇതിനകത്ത് വല്ല ഉണ്ടാ? ഇല്ല. ഒരു 5 ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റും. എന്നാ കാണിച്ചു കൊടുക്കും. അപ്പൊ കാശ് ആക്രാന്തം പിടിക്കല്ലേ, തരാ. ഇത് ഇങ്ങനെ പിടിച്ച് ആദ്യം ഈ ലോക്ക് തുറക്കണം. അതിനുശേഷം കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടി 2 കൈ ഇങ്ങനെ പിടിച്ചതാ. കൊള്ളാലി സാധനം. இந்த ஜாங்கோ ஒரு தடவை சொன்னாது 100 தடவை சொன்ன மாதிரி. ഒരു വെടി ശബ്ദമല്ലേ കേട്ടത്? അതെ, ഈ ഭാഗത്തുനിന്നാ. പാടോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഈ ഭാഗത്തുനിന്നാ കേട്ടത്. അതല്ല ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ള ഒരു ലാത്തിയാണ്. വാടോ, എസ് ഐക്ക് വിവരം കൊടുക്കാം. ഇത് താണ്ട പോലീസ്. ഈ കേസിന്റെ ഗൗരവം അറിയോടാ നിനക്ക്? ഈ കേസിൽ അവന്റെ കൂടെ നിന്നെയും ഇവനെയും പ്രതി ചേർത്താൽ 2 കൊല്ലം അകത്താ, അറിയോ? കാളഭാസ്കരൻ വന്നാ എന്നെ കൊല്ലും. അതാലോചിച്ചപ്പോ ഞാൻ എന്നിട്ട് അവനെ ഒന്ന് ജയിലിൽ പോകാൻ പോണോ? ഓരോരോ തോന്നലുകൾ. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. തെളിപ്പറമ്പിൽ കാളഭാസ്കരൻ എന്നെ നന്നായിട്ടറിയാം, എനിക്ക് അവനെയും. നീയല്ലേ? ധൈര്യമായിട്ട് പോ. ചെല്ലേ. കുട്ടാ, ഇത് ആരുടെ വീടാ? നല്ല കുട്ടി. അല്ല, ആരാ ഇത്? അച്ഛൻ ഇന്നലെ ഗുരുവായൂരിന് വരുമ്പോ കൊണ്ടുവന്നതാ. അതെയോ? അവന് കൊടുക്ക. കുട്ടാ, ആ, ഇത് ശിവൻചാട്ടനുള്ളതല്ല. ഈ ബൈക്ക് എനിക്ക് സ്ത്രീധനായി തന്നെ എന്റെ സുധിയേട്ടനുള്ളതാ. ഒരു സുധിയേട്ടൻ. എന്നാ സൗദി പോയി അവന്റെ മുഖത്തോണ്ടത്തേക്ക് ഇത് മുഴുവനും. എന്താ കോവിലിലെ നേർച്ചപ്പെട്ടി ആരോ കുത്തി തുറന്നു. 1 വർഷത്തെ നേർച്ച കാണും. ആ പിച്ചക്കാരൻ മാരിയെ കാണാനില്ല. അവനാണെന്നാണ് എല്ലാവരും പറയണത്. എന്റെ കർത്താവേ, വന്ന് ത്യാവിക്കും രക്ഷയില്ലാണ്ടായി. അവൻ തൊലഞ്ഞു പോവും. അമ്മച്ചിയുടെ മുതല് കട്ടോണ്ട് പോയാലേ എങ്ങനെ നന്നാവാനാവൻ? രാവിലെ തൂറണമെങ്കിൽ അവൻ എന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കണം. ഇന്ന് കാണാത്തപ്പോഴേ ഞാൻ നിരീക്ഷിച്ചു ഇത് അവൻ തന്നെ ആയിരിക്കുമെന്ന്. എങ്ങോട്ട് തുടഞ്ഞാലും അവന്റെ കണ്ണി പണ്ണാരപ്പെട്ടിയിലാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എപ്പ പറഞ്ഞു? ഞങ്ങളാരും കേട്ടിട്ടില്ല. ഏതായാലും പഠിച്ച കള്ളം തന്നെ. പിച്ചക്കാരനെന്ന് നിരൂപിച്ച് ഞാനും കുറെ ചോറ് കൊടുത്തിട്ടുണ്ട്. മഹാഭാവി മാരി പോലും. ആൻഡോ സാറല്ലേ? സൈപ്പർ ആൻഡോ? ആൻഡോയോ? ഏതാൻഡോ? 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നേരുത്. എനിക്കറിഞ്ഞൂടാ. അല്ല, ഒന്ന് തുറക്കോ? അതെ, ഇവിടെ തന്നെ താമസിച്ചിരുന്നേ. നല്ല തടിച്ചിട്ടൊരാള്. നേരം മെനക്കെടുത്താന്ന് പോ. അല്ല, ആ ഹലോ, കളരിയൊക്കെ പഠിച്ച് റെഡിയായോ? ഭാസ്കറിനായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളല്ലേ? SI സാറല്ലേ? ആര്? കപിൽ ദേവ. അറിഞ്ഞില്ലേ? അയാളെ വടക്കാഞ്ചേരിക്ക് തട്ടി മിനിഞ്ഞാന്ന്. പെട്ടിയും പൊക്കട എടുക്കാനുള്ള നേരം പോലും കൊടുത്തില്ല. അതാണ് കാളഭാസ്കർ. ഓ, അപ്പൊ കപിൽ ദേവിനെ കണ്ടുകൊണ്ടാണോ നാട്ടിൽ തന്നെ നിന്നത്? പോയി മോനെ. കപിൽ ദേവൊക്കെ ഔട്ടായി. ഇപ്പൊ ഗവാസ്കറ. ആരെ അടിക്കൂല, മുട്ടി മുട്ടി നിൽക്കും. ഔട്ടാക്കാനും പറ്റൂല, ആരും ജയിപ്പിക്കുകയില്ല. ഇല്ലിരിക്കുന്നു.
ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കുക കേട്ടാ. എടാ, തൽക്കാലം എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നൂടെ നിനക്ക്? ആരുടെ അടുത്തടായി വാശി? കരയല്ലമ്മ. എന്തോന്നമ്മ കരയല്ലേ? ഇല്ല മോനെ, ഇനി ഞാൻ കരയില്ല. നാളെ പൊങ്കാലയാ. പൊന്നമ്മച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് മുടങ്ങാതെ ഭഗവതിക്ക് പൊങ്കാലടുപ്പ് കൂട്ടുന്നവളാ ഈ ഭാർഗവി. നാളെ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഭഗവതിക്ക് എന്റെ കണ്ണിലോട്ട് നോക്കാൻ പറ്റൂല. എന്റെ മോനെ. ജാങ്കോ, ജാങ്കോ പറഞ്ഞോ. എന്താണ്? എനിക്ക് കുറച്ച് കാശ് ഒപ്പിച്ചു തരൂ. എത്ര വേണ്ടി വരും? ഒരു 10,000. 10,000? എന്തിനാണ് ഇത്രയും കാശ്? ഒരു അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഈ 10,000 എന്നൊക്കെ പറയുമ്പോ പലിശക്ക് എടുക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും നീ എനിക്ക് ഒപ്പിച്ചു തരണം. അണ്ണനോടല്ലേ, ഞാൻ നോക്കിയിട്ട് വരട്ടെ. ആ ചാക്കേട്ട് ആദ്യോട്. എന്താടേ പുതിയ ടിവിയാ? ഭാസ്കരനുമായിട്ടുള്ള അടി ടി വി കാണാൻ പോകാനാ? പൊങ്കാലയ്ക്ക് ചെലവന്മാരുടെ കട്ടയും പടവും മടങ്ങും. അണ്ണാച്ചി ഒരു TV നന്നാക്കാൻ എൻ്റെ തന്നിരുന്നു. അത് ശരിയായില്ല. ഇത് പുത്തനാണ്, കളറ്. ഇത്തവണ കൂടി എന്നെ വിശ്വസിക്കണം, ഈ പ്ലാൻ പൊളിയില്ല. അണ്ണനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേ, കാളഭാസ്കരൻ ഇങ്ങനെ നടന്നു വന്ന വഴി മുന്നിൽ എന്ത് സാധനം കണ്ടാലും കാലം കൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കും. നാളെ പൊങ്കാല കലങ്ങളുടെ ഇടയിലൂടെ അവൻ നടന്നു വരുമ്പോൾ ദേ അവന്റെ മുമ്പിലായിട്ട് ഈ കലം കയറ്റി വെക്കണം. എന്തിനാ ഭാസ്കരന് പൊങ്കാല ഇടാനാ? അണ്ണാ, 1 മിനിറ്റ്. അല്ലടാ, നിന്റെ അമ്മൂമ്മക്ക് ഉച്ചക്കഞ്ഞി വെച്ച് കളിക്കാൻ. അണ്ണാ, ഇതൊരു സാധാരണ കലമില്ല, ഇതിനകത്തൊരു സാധനമുണ്ട്. ഓ, അപ്പൊ അവന്റെ തല പോലെയല്ല, അകത്ത് സാധനമുണ്ട്. ചുമ്മാ ഇരടാ, നീ പറയടേ. അതായത് ഈ സാധനം അയ്യോ അബൂട്ടി, എന്താണ് എല്ലാരും കൂടി ശിവകുട്ടിയുടെ ലാസ്റ്റ് നൈറ്റ് ആഘോഷിക്കാണ്? തോന്നിയ ദിവസം പറഞ്ഞാണ്ടല്ലോ അമ്മച്ചാണ് പൈല ഇതിന്റെ കട്ടയും പടം മടങ്ങും. എടാ, ഒരു തമാശ പറഞ്ഞാണ്. ശിവ, നമ്മൾ തമ്മിൽ മത്സരിച്ചിട്ടുണ്ട്, അടി കൂടിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അതെല്ലാം മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേരിലാണ്. പക്ഷേ ഇത് നിന്റെ ജീവന്റെ കാര്യമാണ്. നമ്മുടെ തെരുവിൽ വെച്ച് ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യൂല. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. വിശ്വസിക്കടാ. നരസിംഹം സിനിമയില് ലാലേട്ടന് ഒരു പ്രശ്നം വന്നപ്പോ രക്ഷിക്കാനെത്തിയ മമ്മൂക്കയല്ലേ? ഞങ്ങളുണ്ടാ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും. അണ്ണാ, വരൂന്ന് പറഞ്ഞാ ഭാസ്കരൻ വന്നിരിക്കും. അല്ല, എന്താണിപ്പോ പരിപാടി? ഭാസ്കരൻ എവിടെ ലാൻഡ് ചെയ്താലും അവിടെ വെച്ച് അവൻ അടിച്ചു കൂട്ടിക്കാൻ ഫയലുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തന്നെ അണ്ണാ, ഇനി അവന്മാര് വീണാ തന്നെ ദേ ഇതിനകത്ത് നല്ല നാടൻ ബോംബ് വെക്കുന്നു. കാല് തട്ടുന്നു, ബോംബ് പൊട്ടുന്നു. ഏയ്, അതൊന്നും വേണ്ട. നാളെ പൊങ്കാലയിടാൻ ഒരുപാട് പേര് വരണതാ. ആ പാവങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. ഭാസ്കരൻ വരട്ടെ. ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ പൊങ്കാല മഹോത്സവം പ്രമാണിച്ച് പൊങ്കാലയ്ക്ക് ആവശ്യമായ കലങ്ങൾ തോസ്റ്റാക്കോയുടെ കടയിൽ നിന്നും വാങ്ങണമേ എന്ന് കരണോമേനും കാവൽ വിളക്കുമേ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. അയ്യോ അയ്യോ അയ്യോ, കലം ചോദിച്ചാൽ ക്യൂട്ടാണ് എടുത്തു കൊടുക്കണേ.
ഇങ്ങോട്ട് വേണം. ചിക്കൻ കറി ഉണ്ടാക്കാൻ തമർ ചിക്കൻ മസാല ചോദിച്ചു വാങ്ങുക. തമർ ചിക്കൻ മസാല ചിക്കനിലെ വിവിധ ചേർക്കുക. പ്ലാറ്റിനം പ്ലസ് ഓഷ്യൻ ക്ലീൻ സൂപ്പർ വാട്ടർ ടാങ്ക് കിടവുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഓഷ്യൻ ക്ലീൻ വാട്ടർ ടാങ്ക് ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പൊങ്കാലയിടാൻ എത്തിയിട്ടുള്ളവർ കൗണ്ടറിൽ നിന്നും രസീത് വാങ്ങേണ്ടതാണ്. എന്താ നാളെ പൊങ്കാലയിടാൻ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ കൗണ്ടറിൽ നിന്നും രസീത് വാങ്ങേണ്ടതാണ്. വെടിവഴിപാട് വെടിവഴിപാട് വെടിവഴിപാട്. ത്രയംബക ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് വെടിവഴിപാട്. കലിയുഗ വരദായിനിയും ശക്തി സ്വരൂപിണിയുമായ ത്രയംബക ദേവിക്ക് ഇഷ്ട വഴിപാടാണ് വെടിവഴിപാട്. വലിയ വെടി 10 രൂപ, ചെറിയ വെടി 5 രൂപ. ആഹാ ഇവിടെ ഇരിപ്പല്ല. വരും വരും. തള്ളാതെ മാറിയിരിക്കുന്നേ തരുമല്ലേ തള്ള. ഇത് എന്തൊരു പെണ്ണുങ്ങൾ വെള്ളങ്ങൾ കണ്ടിട്ടില്ലേ? മാരെല്ലാം തരും. അടങ്ങി അങ്ങോട്ട് സ്റ്റണ്ട് തുടങ്ങിയ ഭാസ്കർ എത്തിയ എന്തിനിങ്ങനെ ഓടണേ? എല്ലാരും കുത്തി റെഡി ആയിട്ടൊന്നുമില്ലേ? ചാടി ചാടി നിൽക്കണം. ഞാൻ ഈ പാലത്തിന് മുകളിൽ കാണും. അവൻ വന്നാൽ ഞാൻ അപ്പ വിസിലടിക്കും. എല്ലാരും പറന്നടിച്ചോണം. കേട്ടല്ലേ? ഓക്കെ. ശിവൻകുട്ടി, ഭാസ്കരൻ വന്ന്. നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. ഓ ഓടാ എടീ, നീങ്ങളൊന്ന് പറ. പോലല്ലേ ദേവി മഹാമായേ.